കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രഥമ അയ്യപ്പ ഭാഗവത സത്രത്തിന്റെ ഭാഗമായി ഉണ്ണിയൂട്ട് നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രഥമ അയ്യപ്പ ഭാഗവത സത്രത്തിന്റെ ഭാഗമായി ഉണ്ണിയൂട്ട് ചടങ്ങ് നടത്തി. പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അയ്യപ്പന്റെ അനുഗ്രഹത്തിനായി അഭിഷേകം ചെയ്ത നെയ്യ്, അപ്പം, അരവണ എന്നിവ അടങ്ങുന്ന നിവേദ്യം നൽകുന്ന ചടങ്ങാണിത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. സുഭാഷിതം, സൂക്തജപാലനം, അയ്യപ്പ സഹസ്രനാമ ജപം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അയ്യപ്പ ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷമാണ് ഉണ്ണിയൂട്ട് ചടങ്ങ് നടന്നത്. ഉണ്ണിയൂട്ട് ചടങ്ങിന് മുന്നോടിയായി പ്രഭാത അന്നദാനം, പ്രഭാഷണം എന്നിവയും നടന്നു. ഉണ്ണിയൂട്ടിന് ശേഷം മഹാപ്രസാദമൂട്ടും നടത്തി. ചടങ്ങുകൾക്ക് സത്രാചാര്യൻ കട്ടപ്പന അയ്യപ്പൻ കോവിൽ മോഹൻജി കാർമ്മികത്വം വഹിച്ചു. കുറക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രഥമ അയ്യപ്പ ഭാഗവത സത്രമാണ്. ഇതിലെ ഉണ്ണിയൂട്ട് എന്ന് പറയുന്ന ശ്രേഷ്ഠമായ കർമ്മമാണിപ്പോൾ നടന്നത്. ഭഗവാൻ ശ്രീഭൂതനാഥനായി അവതാരമെടുത്ത കലിയുഗവരതനായിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ധർമ്മശാസ്താവിൻ്റെ അവതാരമെടുത്ത ദിനമാണിന്ന് പാരായണം ചെയ്ത് വന്നിട്ടുള്ളത്. ആ പാരായണം ചെയ്ത ഭാഗത്ത് അതിനുശേഷം ആ ഭഗവാനെ ഊട്ടിയ ദേവാദിദേവഗണങ്ങളെല്ലാം ഭഗവാനെ ഊട്ടുകൊടുത്തു എന്നാണ് പറയുക. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ആ ഭഗവാനെ ഇരുത്തി ആ ഭഗവാനായി നമ്മുടെ ഉണ്ണികളെ പൂജിച്ച് അങ്ങനെ ആ ഭഗവാന് കൊടുത്ത നൈവേദ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉണ്ണികളെ എന്ന് വെച്ചാൽ അതിൻ്റെ സങ്കല്പം അയ്യപ്പസ്വാമി എന്തായിരുന്നുവോ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ദേവീദേവന്മാരെന്തായിരുന്നുവോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന സങ്കല്പമാണ്. ആ ദേവന് കൊടുത്ത അതേ നിവേദ്യം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തത്. അത് ശ്രേഷ്ഠമായ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്. അതുപോലെ തത്വമസി എന്ന സങ്കല്പം, ഞാനിന്നീ രണ്ടല്ല ഒന്നെന്ന ഭാവത്തിലേക്കുള്ള ആ തത്വമസി എന്ന സങ്കല്പമാണ് ഇവിടെ പ്രാവർത്തികമാവുന്നത്. അവിടെ ഭഗവാൻ എന്ത് കൊടുത്തുവോ അത് തന്നെയാണ് ഇന്ന് ജന്മം കൊള്ളുന്ന കുട്ടികൾക്കും കൊടുത്തുകൊണ്ട് അവരെയെല്ലാം ഭഗവാന്മാരായി കാണുന്ന ശ്രേഷ്ഠമായ ചടങ്ങാണ് ഇവിടെ നടന്ന ഉണ്ണിയൂട്ട്. CDNet News, കായംകുളം.